നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഒന്നാം വർഷ BDS വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശിയായ നിതിൻ രാജിന്റെ മരണത്തിൽ 2 അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരാണ് പ്രതികൾ. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ അറിയിച്ചു. സാമ്പത്തിക പ്രശ്നവും മരണത്തിന് കാരണമായിട്ടുണ്ടെന്നും സംശയിക്കുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ച എല്ലാ കാര്യങ്ങളും SIT വിശദമായ അന്വേഷിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് അറിയിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ ആത്മഹത്യാ കുറ്റത്തിന് കേസെടുത്ത അധ്യാപകർക്കെതിരെ SST വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. മരിച്ച നിതിൻ രാജിന്റെ പിതാവ് രാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിഷയത്തിൽ ഗൗരവം കണക്കിലെടുത്ത വിശദ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ SP P. ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതല. ഒരു ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് നിതിൻ രാജ് വായ്പ എടുത്തിരുന്നതായും തിരിച്ചടവ് വൈകിയതോടെ ലോൺ ഏജന്റുമാർ നിരന്തരം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നിതിൻ രാജിന്റെ ഫോണിലെ കോൺടാക്ട് വിവരങ്ങൾ ലോൺ ഏജൻസി കൈക്കലാക്കിയിരുന്നു. ഇതിലൂടെ വിദ്യാർത്ഥിയുടെ അധ്യാപകരിൽ ഒരാളെയും ഏജന്റുമാർ ഫോൺ വിളിച്ച് ശല്യം ചെയ്തിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അധ്യാപികയ്ക്ക് ലഭിച്ച ഭീഷണി സന്ദേശങ്ങളും കോളുകളിലും പ്രത്യേകമായി സൈബർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് അധികൃതരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത്. നിതിൻ രാജിനെതിരെ ലോൺ ആപ്പ് മാഫിയയുടെ പേരിൽ അധ്യാപകർ നടത്തിയ ചോദ്യം ചെയ്യലും മാനസിക പീഡനവുമാണ് ആ ദളിത് വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തതെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോളേജ് അധികൃതർ. നിതിൻ രാജിന്റെ മരണശേഷം സൈബർ പോലീസിൽ അധ്യാപിക പരാതി നൽകിയിരിക്കുന്നത്. ഇത്രയും കാലം ഉണ്ടാവാത്ത പരാതി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പൊട്ടിമുളച്ചത്? കോളേജിനുള്ളിൽ നടന്ന ക്രൂരമായ സദാചാര പോലീസിംഗിന് തെളിവായി മാറുകയാണ് ഇത്. ഒഴിവാക്കാമായിരുന്ന മരണം ലോൺ ആപ്പുകാരുടെ ഭീഷണി സന്ദേശങ്ങളും കോളുകളും വന്നപ്പോൾ ആ വിദ്യാർത്ഥിയെ ചേർത്ത് പിടിക്കാനോ പോലീസിനെ അറിയിക്കാനോ തയ്യാറാകാത്തവരാണ് അഞ്ചരക്കണ്ടിയിലെ അധ്യാപകർ. പകരം അവരെ കോളേജിൽ വെച്ച് ഗുണ്ടകളെ പോലെ ചോദ്യം ചെയ്യുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്തു. ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ കാണിക്കേണ്ട മനുഷ്യത്വത്തിന് പകരം സദാചാര പോലീസിംഗിന്റെ മുഖമാണ് ക്യാമ്പസിനുള്ളിൽ കണ്ടത്. ആദ്യമേ പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിതിൻ രാജ് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ലതാ ശശീന്ദ്രൻ നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ 12-ന് രാത്രി വൈകി നൽകിയ പരാതിയിൽ ഒരു നമ്പറിൽ നിന്നും ലോൺ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട പ്രതി നിരന്തരം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും അധ്യാപകർ പറയുന്നു. എന്നാൽ നിതിൻ രാജ് പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഈ ജാഗ്രത കാണിക്കാത്ത അധ്യാപകർ അവന്റെ മരണശേഷം സ്വന്തം പദവി സംരക്ഷിക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയാണ് ഈ FIR ഉപയോഗിക്കുന്നത്. നിതിൻ രാജുമായി കോളേജ് അധികൃതർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വൈകിയെത്തിയ പരാതി. വിദ്യാർത്ഥിക്കെതിരെ കോളേജിനുള്ളിൽ അധ്യാപകർ നടത്തിയ ചോദ്യം ചെയ്യലും മാനസിക പീഡനവും ലതാ ശശീന്ദ്രൻ നൽകിയ മൊഴിയിലൂടെ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 351(2), 308(3) വകുപ്പുകളുടെ IT ആക്ട് 66D പ്രകാരവും കേസെടുത്തിട്ടുണ്ടെങ്കിലും നിതിനെ മരണത്തിലേക്ക് തള്ളിയിട്ട അധ്യാപകരുടെ പങ്കും ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. പൂക്കോട്ടെ സിദ്ധാർത്ഥനും ജിഷ്ണു പ്രണോയ്ക്കും സംഭവിച്ചതുപോലെ ഒരു ദളിത് വിദ്യാർത്ഥിക്കു കൂടി ക്യാമ്പസിലെ വില്ലന്മാരുടെ ഇരയാകേണ്ടി വന്നത് കേരളത്തിന് നാണക്കേടാണ്. മനുഷ്യത്വമില്ലാത്ത ഇത്തരം അധ്യാപകർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ലോൺ ആപ്പിന്റെ പേരിൽ വിദ്യാർത്ഥിയുടെ അധ്യാപികയ്ക്ക് കോളുകൾ വന്നിരുന്നുവെങ്കിൽ അത് പോലീസിനെ അറിയിക്കാമായിരുന്നു. കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പോലീസിനും അതിൽ ഇടപെടാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ എന്ന നിലയിൽ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് പകരം കോളേജ് ക്യാമ്പസിൽ വെച്ച് ഗുണ്ടകളെ പോലെ നിതിനെ ചോദ്യം ചെയ്യുകയും മാനസികമായി തകർക്കുകയുമാണ് ചെയ്തത്. ഒരു വിദ്യാർത്ഥിയുടെ സ്വകാര്യതയെ മാനിക്കാതെ കമ്മീഷണറുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം നിതിനെ കോളേജിൽ വെച്ച് അങ്ങേയറ്റം അപമാനിച്ചതായാണ് സൂചനകൾ.
ഉന്നത സ്വാധീനമുള്ള ആശുപത്രി മാനേജ്മെന്റ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. കോളേജ് അധികൃതർ തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണോ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന സംശയം നിതിൻ രാജിന്റെ ബന്ധുക്കൾ ഉയർത്തുന്നു. നിതിൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. സംഭവത്തിൽ ഡോക്ടർ MK റാം, സംഗീത എന്നിവരുൾപ്പെടെയുള്ള അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ SC/ST അക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള 7 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. നിതിൻ രാജ് ലോൺ ആപ്പിൽ നിന്നും പണം കടമെടുത്തിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ അധ്യാപികയ്ക്ക് ലഭിച്ചിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കോളേജ് പ്രിൻസിപ്പലും അധ്യാപകരും കാണിച്ച ക്രൂരമായ സമീപനമാണ് നിതിനെ മരണത്തിലേക്ക് നയിച്ചത്. വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോണിലെ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നതോടെ കോളേജിൽ നടന്ന മാനസിക പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് കണ്ണൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പൂക്കോട്ടെ സിദ്ധാർത്ഥനും ജിഷ്ണു പ്രണോയ്ക്കും സംഭവിച്ചതുപോലെ നിതിൻ രാജിന് നീതി നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് കുടുംബവും സുഹൃത്തുക്കളും.